രാമനായി രൺബീർ, സീതയായി സായ് പല്ലവി, രാവണനായി യാഷും എല്ലാവരും കാത്തിരിക്കുന്ന ചിത്രം തന്നെയാണ് രാമായണ. രാമായണ പുറത്തിറങ്ങുക 2 ഭാഗങ്ങളിലായാണ്. ഇന്ത്യൻ സിനിമയെ ഒന്നാകെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണിത്. ചിത്രത്തിന് പ്രതീക്ഷ വാനോളം തന്നെയാണ് ഓരോരുത്തരും നൽകുന്നത്. 2 ഭാഗങ്ങളിലായി എത്തുന്ന രാമായണയുടെ ആദ്യ ഭാഗം 2026 ദീപാവലിക്കാകും എത്തുക എന്നും 2ാം ഭാഗം 2027 ദീപാവലിക്കും തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്. പ്രമുഖ നിർമ്മാതാവായ നമിത് മൽഹോത്ര അണിയിച്ചൊരുക്കുന്ന ചിത്രമാണിത്. ഗംഭീര താരനിര, ലോകോത്തര VFX ടീം, അത്യാധുനിക സെറ്റുകൾ തുടങ്ങി വളരെ മികച്ച ഒരു ക്യാൻവാസിൽ തന്നെയാണ് ഈ ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഇന്ത്യൻ സിനിമാ രംഗത്ത് തന്നെ 2 വലിയ സൂപ്പർ സ്റ്റാറുകളായ രൺബീർ കപൂർ ശ്രീരാമനായും യാഷ് രാവണനായും എത്തുന്ന ഈ സിനിമയിൽ പക്ഷേ അവർ ഒരുമിച്ചെത്തുന്ന സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ഭാഗങ്ങൾ കുറവായിരിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത്. ചിത്രം പ്രേക്ഷകർക്കരികിലേക്ക് എത്തുന്നത് വാൽമീകിയുടെ രാമായണത്തോട് പരമാവധി നീതി പുലർത്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചിത്രത്തിലുടനീളം വ്യത്യസ്തമായ വഴികളിലായാണ് അവരുടെ കഥാഗതി നീങ്ങുന്നത്. സീതയെ തട്ടിക്കൊണ്ടുപോയ ശേഷം ലങ്കയിലെ യുദ്ധക്കളത്തിൽ വെച്ച് അവർ ഏറ്റുമുട്ടുന്നതുവരെ ഇരുവരും പരസ്പരം കണ്ടുമുട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഇക്കാര്യങ്ങൾ ചിത്രത്തിന്റെ അടുത്ത വൃത്തങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. രൺബീർ കപൂറിന്റെയും യാഷിന്റെയും കഥാപാത്രങ്ങളുടെ വ്യത്യസ്ത ധ്രുവങ്ങളിലൂടെയുള്ള യാത്ര, ഇതിഹാസം ആവശ്യപ്പെടുന്ന വൻതോതിലുള്ള ചരിത്ര രീതികൾ തന്നെ സ്ക്രീനിൽ എത്തിക്കാനുള്ള രീതിയിൽ തന്നെയാണ് ഇതിന്റെ സംവിധാന ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സീതയായി സായ് പല്ലവിയും ഹനുമാനായി സണ്ണി ഡിയോളും യാഷിനൊപ്പം സ്ക്രീനിൽ വരുന്നുണ്ട്. തീർച്ചയായും ശ്രീരാമന്റെ കഥാപാത്രമായി വരുന്ന രൺബീർ കപൂറിനുമൊപ്പമുള്ള രംഗങ്ങൾ തന്നെയാകും ചിത്രത്തിന്റെ പ്രധാന ആകർഷണം എന്ന് തന്നെയാണ് പ്രേക്ഷകരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. 2 ഭാഗങ്ങളിലായാണ് ചിത്രം എത്തുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ചിത്രീകരണം നടക്കുന്നത് മുംബൈയിലെ സെറ്റുകളിലാണ്. ഈ ചിത്രത്തിലെ ആദ്യ ഭാഗത്തിനും 2ാം ഭാഗത്തിനുമായുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് സിനിമാ പ്രേമികൾ. സമീപകാലത്തെ പല സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളും താരങ്ങൾ തമ്മിലുള്ള രംഗങ്ങൾ പരമാവധി ഉൾപ്പെടുത്തി വലിയൊരു ഓളം സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തന്നെയാണ് ഈ ചിത്രം എത്തുന്നത്. കഥയ്ക്ക് മുൻതൂക്കം നൽകി വളരെ സ്വാഭാവികമായി തന്നെ രാമായണത്തെ പുനരാവിഷ്കരിക്കാൻ ശ്രമിക്കുകയാണ് രാമായണത്തിന്റെ അണിയറ പ്രവർത്തകർ. ഇത് ആസ്വാദനത്തിന് മികവ് കൂട്ടുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.